റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പലകുറി നമ്മൾ ദുആ ചെയ്തതാണ്. അല്ലാഹു തആല നമ്മുടെ ദുആ കബൂലാക്കുമാറാവട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങൾ നമ്മെ എല്ലാം അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. മുമ്പെല്ലാം നമ്മുടെ നാട്ടിലൊരു വഅള് പരമ്പര ഉണ്ടായിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് വലിയ വഅള് പരമ്പര. മദീനയിലേക്കുള്ള പാത എന്നുള്ളൊരു വിഷയമുണ്ട്. അതിൽ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? മുമ്പേ നമ്മുടെ സമദാനി സാഹിബിൻ്റെ വഅള്. പുറത്തുള്ള ആളുകൾ ഒന്ന് ഉള്ളിലോട്ട് കടന്നിരുന്ന ഒന്നുകൂടി സദസ്സ് റാഹത്താകും. ഒരു 10 മിനിറ്റേ പറയുള്ളൂ. പുറത്തുള്ള ആളുകൾ പ്രയാസമില്ലെങ്കിൽ ഒന്ന് ഉള്ളിലോട്ട്, നിങ്ങളുമായിട്ട് മുഖം നോക്കി അഭിമുഖീകരിച്ച് പറയാനുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അന്ന് ആ ഒരു വഅളിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. എല്ലാവരും കൈനീട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ശപഥം ചെയ്യും. എന്താ ശപഥം എന്നറിയാം? ഞാൻ സ്ത്രീധനം വാങ്ങൂല എന്നുള്ളൊരു ശപഥം അല്ലേ? നമ്മുടെ സമദാനി സാഹിബ് അതിനെല്ലാം വളരെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് പ്രസംഗിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതിലൊരു ശപഥം ചെയ്യും, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങൂലാന്ന്. ഇത് ചെയ്യുന്ന ആളാരാ? കല്യാണം കഴിച്ച് പേരക്കുട്ടിയുണ്ട്, പേരക്കുട്ടിൻ്റെ കുട്ടി ഉണ്ടാകും. ചിലപ്പോൾ വല്യാപ്പായിരിക്കും ഞാൻ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങും. എല്ലാവരും ഉണ്ടാകും, അതിൽ വല്യാപ്പി ഉണ്ടാകും. പക്ഷെ ഇതേപോലെ ശപഥം ചെയ്യുന്നൊരു പരിപാടി, അല്ലെങ്കിൽ ഒരു സത്യം ചെയ്യുന്നത് പോലെ സത്യം ചെയ്യുന്നൊരു പരിപാടി അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊരു 10 കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഹാഫിലീങ്ങളായ ഉസ്താദുമാർ വാളിന് വരും, നല്ല നീട്ടി വലിച്ചിട്ട് അങ്ങനെ വാള് പറയും. എന്നിട്ട് അവസാനം ഒരു സത്യം ചെയ്യിക്കുന്ന പരിപാടി ഉണ്ട്. ഞാൻ എൻ്റെ മക്കളെ ഹാഫിലാക്കുന്ന സത്യം ചെയ്യിക്കുന്ന ഒരു പരിപാടി അല്ലേ? പലപ്പോഴും അങ്ങനെ കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മളോട് പറയും, മക്കളെ ഹാഫിലാക്കാൻ നിങ്ങളൊക്കെ മനസ്സിൽ മുറാദ് വെക്കണം. അപ്പം നമ്മൾ മുറാദ് വെക്കും. പടച്ച മുറാദ് വെച്ച ആളുകളുടെ കുട്ടികളെ നീ ഹാഫിലാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് അങ്ങ് നീട്ടി അങ്ങ് ദുആ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടോ? മക്കളെ ഹാഫിലാക്കണം എന്നങ്ങനെ വെച്ചിട്ടുണ്ടോ? ഏതായാലും അങ്ങനെ വെച്ച ആളുകളെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ ഖുർആനിനെ നിന്ദിക്കാനോ അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ലാക്കുന്നത് മോശമാണെന്നോ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഏതായാലും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ചില വാക്കുകളുണ്ട്. കല്ലിമിന്നാസ ബിഖൂലിഹിം. മോനെ, നീ ഒരുവനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ബുദ്ധി എന്താണോ അത് കണ്ടിട്ട് വേണം കേട്ടോ സംസാരിക്കാൻ. ഏതൊരു വാക്കൊരു മനുഷ്യനോട് ഉപയോഗിക്കുമ്പോഴും ഒരു കാര്യം ഒരു മനുഷ്യനോട് പറയുമ്പോഴും അവൻ്റെ ബുദ്ധി, അവൻ നമ്മുടെ വാക്കിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണോ, നമ്മളുടെ ആ ഒരു ചിന്താഗതിക്കനുസരിച്ച് ഉയരാൻ പറ്റുന്നവനാണോ, അങ്ങനത്തെ ആളുകളോട് അവൻ്റെ ബുദ്ധി അനുസരിച്ചിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അല്ലാതെ ഏതൊക്കെയോ നിലക്ക് മനസ്സിലാക്കുന്ന ചില ആളുകളുടെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവരോട് നീ ഒരിക്കൽ എന്താക്കാൻ പാടില്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. ഓരോരുത്തരോടും അവരുടെ ബുദ്ധി അനുസരിച്ചിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ഇതേപോലെ ആയിരിക്കണം നമ്മൾക്ക് ചില ഉദ്ദേശങ്ങൾ നമ്മുടെ മക്കളെ കൊണ്ട് ഉണ്ട്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പടച്ചോനെ ഖുർആനല്ലേ, മഹാസംഭവമാണല്ലോ. ഹിഫ്ലാക്കി കഴിഞ്ഞാൽ ആ ഹിഫ്ലാക്കിയ കുട്ടിയുടെ വീട് പ്രകാശമാണല്ലോ. ഒരു ഹാഫിളിനിക്ക് അവൻ്റെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകാനുള്ളതായ അള്ളാഹു അനുമതി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ അതിൻ്റെ ഫള് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മനസ്സിൽ വെക്കുന്നത്. എൻ്റെ കുട്ടിയെ ഖുർആനിൻ്റെ ആളാക്കണം, എൻ്റെ കുട്ടിയെ ഖുർആനിൻ്റെ ആളാക്കണം. പക്ഷേ അതിനോടുകൂടെ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അവൻ ഹിഫ്ള് പഠിക്കാൻ പ്രാപ്തനാണോ? അവനെ കൊണ്ട് ഇത് ഏറ്റിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഏറ്റാൻ പറ്റുന്ന ചുമടാണോ ഈ സാധനമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഖുർആൻ ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ആളുകളെ, ഏതെങ്കിലും കുട്ടികളെ അങ്ങ് പഠിപ്പിച്ചല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കാൻ ചിലപ്പം കഴിയും. ഏതെങ്കിലും കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉസ്താദുമാർ ചിലപ്പോൾ അവരെ പഠിപ്പിച്ചാക്കിയെടുക്കും. പക്ഷേ ഇനി ആക്കിയെടുത്താൽ തന്നെ ആ കുട്ടിയെ കൊണ്ട് നിലനിർത്താൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ ആ ഒരു കുട്ടിക്ക് പഠിച്ച ഖുർആനെ, മനഃപ്പാടമാക്കിയ ഖുർആനിനെ എന്നെന്നും ദായിമാക്കാനും അത് കൊണ്ടു നടക്കാനും അവൻ്റെ ജീവിതത്തിൽ കഴിയുമോ എന്നുകൂടി ഒരു വേള നമ്മൾ ചിന്തിക്കണം. ഖുർആൻ മനഃപ്പാടമാക്കുന്നിടത്തല്ല, മനഃപ്പാടമാക്കാൻ വളരെ സുഖം. ആദ്യമൊക്കെ 1, 2, 3 ജുസേ പ്രയാസം ഉണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വേഗം പഠിച്ചെടുക്കാൻ കഴിയും. അതാണ് ഖുർആനിൻ്റെ രീതി.
മഹാനായ ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്, ഒരുത്തൻ ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന് കരുതി കഴിഞ്ഞാൽ അല്ലാഹു തആല അത് ഹിഫ്ളാക്കാനുള്ളതായ ഒരു വെളിച്ചം അവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുക്കും, അവൻ്റെ ബുദ്ധിക്കൊരു വികാസം കൊടുക്കുമെന്ന് മഹാനായ ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഹിഫ്ളാക്കാൻ നല്ല സുഖം, പക്ഷേ അതിനേക്കാളും പ്രയാസം, അതിനേക്കാളും പെട്ടെന്ന് ഇത് മറക്കുകയും ചെയ്യും. ഹിഫ്ളാക്കിയത് അതിനേക്കാളും പെട്ടെന്ന് മറക്കും, ഇത് നിലനിർത്താനാ പ്രയാസം. അപ്പം നമ്മളൊക്കെ മക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്നല്ല, അതിൻ്റെ ചുറ്റുപാട് കൂടി അവർക്ക് നമ്മൾക്ക് ഒപ്പിച്ചു കൊടുക്കാൻ കഴിയണം. അവരുടെ ശിഷ്ടജീവിതം, ബാക്കിയുള്ള ജീവിതം ഹിഫ്ളാക്കി എന്ന് പറഞ്ഞാൽ 9-ാം വയസ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10-11 വയസ്സാകുമ്പോഴേക്കും അവൻ ഹാഫിളായിട്ട് ഇങ്ങ് വരും. പിന്നീട് വരുന്ന ശിഷ്ടജീവിതം ആ ഒരു റൂട്ടിലൂടെ തന്നെ, ആ ഒരു വഴിയിലൂടെ തന്നെ അവനെ കൊണ്ട് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കാൻ നമ്മൾ രക്ഷിതാക്കായ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ അതിൻ്റെ കുറ്റം കൂടി നമ്മൾ പേറേണ്ടി വരും. ശ്രദ്ധിച്ചോളണം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോൾ ഒരാളുടെ കാറിൽ കയറി കോഴിക്കോട്ടേക്കുള്ള യാത്ര. ആ യാത്രക്കിടയിൽ ഇയാൾ പറഞ്ഞു വന്നത്, ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ, എൻ്റെ മകൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. എൻ്റെ മകനെ ഹാഫിള, ഞാൻ ഇതേപോലെ വാഴ കേട്ടാണ്ട് പഠിപ്പിച്ചു, ഹാഫിളാക്കി. പക്ഷേ പിന്നീട് ഞാൻ അവനെ ഭൗതികപരമായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു. മംഗലാപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഒരു അച്ചായത്തി പെൺകുട്ടിയായിട്ടൊരു ലോകിയുണ്ട്, പഠിച്ച ഖുർആനൊക്കെ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയാം, മകനെ ഞാൻ ഹാഫിളാക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടല്ലോ, ഒരു അച്ചായത്തി കുട്ടിയായിട്ട് നടക്കുക. ഇപ്പോൾ പഠിച്ച ഖുർആനൊക്കെ എങ്ങോ പോയി. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പഠിച്ചത് മറക്കൽ, ഹിഫ്ളാക്കിയത് മറക്കൽ സന്തോഷമാണ്. ഹിഫ്ളാക്കിയത് മറക്കൽ സന്തോഷമാണ്. ശ്രദ്ധിക്കണം. ഏതെങ്കിലും വാള് കേട്ടിട്ട് നമ്മൾ ഊർജ്ജം കൂടിയിട്ട് അങ്ങ് മക്കളെ ഞാൻ ഹാഫിളാക്കും, ഹാഫിൾ അല്ല, അതിലേക്കല്ല നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതിനേക്കാളും സ്ഥാനം ആലിമിനാണ്, അതിനേക്കാളും സ്ഥാനം ഇൽമിനിക്കാണ്, ഹിഫ്ളിനല്ല. ഹിഫ്ൾ ഇന്ന് തുടങ്ങിയതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആരാ ഹാഫിളാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടെടുക്കുന്നത്? നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല സാത്വികന്മാരായ, അള്ളാഹുവിനെ പേടിക്കുന്ന ഭക്തന്മാരായ ആലിമീങ്ങളുടെ കാലത്തല്ലേ നമ്മൾ ജീവിച്ചേ. ഒരു 10-30-40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന ഭക്തന്മാരായ ആളുകളാണ്. അവരാരെങ്കിലും ഇതേപോലെ പ്രോത്സാഹനം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും അടിച്ചുകൂട്ടിയിട്ട് ഹാഫിളാക്കടോ ഇല്ല. അവരൊക്കെ എപ്പോഴും ഇൽമിനൊക്കെ പ്രാധാന്യം കൊടുക്കാറുള്ളത്. മക്കളെ ആലിമീങ്ങളാക്കണം, മുതഅല്ലിമീങ്ങളാക്കണം. അതിൻ്റെ ശേഷമാണ്, 2ാം സ്ഥാനമാണ് ഹിഫ്ൾ എന്നുള്ളത്. ഖുർആനെ താഴ്ത്താനല്ല, ഖുർആനെ നിസ്സാരവൽക്കരിക്കാനല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇയാൾ പറഞ്ഞു വരുമ്പോൾ ഖുർആന് 2ാം സ്ഥാനം, അതല്ല, ഈ പഠിക്കുന്ന ഇൽമ് തന്നെയാണ് ഖുർആൻ. ഓരോ മുതഅല്ലിമീങ്ങളും മോദി പഠിക്കുന്ന ഫത്ഹുൽ മുഈനും അതുപോലെ തഫ്സീറും ഹദീസ്, ഇത് തന്നെയാണ് ഖുർആൻ. ഖുർആനിൻ്റെ വിശദീകരണമാണ് ഫിഖ് എന്ന് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഖുർആൻ. ഇത് തന്നെയാണ് ഇൽമ്. ആ ഇൽമാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. മക്കളെ പള്ളി ദർസിൽ പിന്നെ പറഞ്ഞയച്ചിട്ട് ആലിമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, ആലിമാക്കാൻ വേണ്ടി കഴിയണം. ആ ആലിമാക്കാൻ കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അവൻ ആ ഇൽമ് എത്ര കാലം ഇങ്ങനെ പകർന്നു കൊടുക്കുന്നുണ്ടോ അത്ര കാലത്തോളം നമ്മൾ രക്ഷിതാക്കളെ, നമ്മൾ രക്ഷപ്പെട്ട ആളുകൾ, ആ ഒരു ആലിമിൻ്റെ വാപ്പയാകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആലിമിൻ്റെ സഹോദരനാകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, ഇൽമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഷോല് നമ്മൾക്കുണ്ട് എങ്കിൽ, അല്ല ഒരു ഓതി പഠിക്കുന്ന കുട്ടിക്ക് തിന്നാൻ കൊടുക്കാം, അതിനെങ്കിലും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, മുതഅല്ലിമീങ്ങളുണ്ടാവില്ല പഴയ കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തൗഫീഖെങ്കിലും നമ്മുടെ വീടിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അത് തന്നെ നമ്മൾ ഇൽമിനക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം, ഇൽമിനക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. പിന്നെ അതോടുകൂടെ പിന്നെ നമ്മൾ നോക്കാനുള്ളത്, ഇന്ന് പിന്നെ ഇൽമൊക്കെ പഠിച്ചു വന്ന പിന്നുള്ള കാര്യമാണ്. പല ആളുകളും ചിലപ്പോൾ ഉസ്താദുമാർ തന്നെ സ്വന്തം മക്കൾ എന്താക്കാൻ നിൽക്കുന്നില്ല, ഓതി പഠിക്കാൻ വിടാൻ നിൽക്കുന്നില്ല. കാരണം ഈ വയറിൻ്റെ പ്രശ്നം, ഈ അരച്ചാണ് വയറങ്ങോട്ട് കൂട്ടിമുട്ടാൻ വല്ലാത്ത കഷ്ടപ്പാട് പോലെ ഇങ്ങനെ തോന്നുക പലപ്പോഴും, അല്ലേ? ഉസ്താദുമാർ തന്നെ സ്വന്തം മക്കളെ ഇൽമിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. ഇനി പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ദർസിലേക്ക് വിടൂല. എവിടെയൊക്കെ വിടുക? അറബി കോളേജുകളിലേക്ക്. കാരണം എന്താ? അറബി കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അവിടെ കൊടുക്കുന്നുണ്ട്, ഹിന്ദി കൊടുക്കുന്നുണ്ട്, ഭൗതികരമായിട്ട് ഡിഗ്രി ഉണ്ട്, ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, എല്ലാതും കലക്കി മിക്സിയിൽ ആക്കിയിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത് നോക്കിയിട്ട് എവിടെയൊക്കെ വിടുക? ഭൗതികമായ ഏതെങ്കിലും കോളേജിലേക്ക്. ഒരു ആത്മാർത്ഥമായിട്ട് ഇൽമ പഠിക്കണമെന്ന് കരുതിയിട്ട് നമ്മളുടെ ആത്മാർത്ഥന ഇങ്ങനെ ചൂഷണം ഇങ്ങനെ പോവാണ്, കൊഴിഞ്ഞിങ്ങനെ പോവുകയാണ്, ഒഴുകിങ്ങനെ പോവുകയാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, ഇനി പഠിച്ചു വന്നാൽ തന്നെയുള്ള പ്രശ്നത, പഠിച്ചു വന്നാൽ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്തോ തുച്ഛമായൊരു ശമ്പളം, എന്തോ തുച്ഛമായ ശമ്പളം. ഏതൊക്കെ ചില മുഖ്ലിസീങ്ങൾ
സത്യനിഷ്ഠങ്ങളായ ഉസ്താദുമാർ അവർ ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ മദ്രസ പ്രസ്ഥാനങ്ങളും പള്ളികളെല്ലാം എന്താകുന്നത്, ഇങ്ങനെ ചലിച്ചു പോകുന്നത്. ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കൊടുക്കുന്നത് 1000 അല്ല 10,000 അല്ല 900 കൊടുക്കും, ഇങ്ങോട്ടോ 90,000-ൻ്റെ വർത്താനം ഉണ്ടാകും. 10-50 കൊല്ലം ചിലപ്പോൾ പള്ളി കണ്ടിട്ടുണ്ടാവൂല, 10-50 കൊല്ലം പള്ളി കാണൂല. പിന്നെ ഇങ്ങനെ മൂത്രപ്പുരയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവും ഒരു അല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങും. മൂത്രപ്പുരയിൽ നിൽക്കുമ്പോഴുണ്ടാവും അല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ. അതായത് മുട്ടുംകാലിൻ്റെ ഗ്രീസ് തീർന്നിക്കണ്, ഇനി പഴയ പോലെ ഒന്നും നടക്കൂല. അപ്പം പള്ളിക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും ഒരു തസ്മീമാലും പിടിച്ചിട്ട്. പള്ളി വന്നാൽ തന്നെ പിന്നുള്ളത് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ മാതിരിയാണ് ഇയാളുടെ തല. മുയിലേർ അങ്ങോട്ട് പോകുന്നുണ്ടോ, മുക്രി ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ, മറ്റാൾ എന്താ ചെയ്യുന്നത്, ഇതന്നെ പരിപാടി. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി നമ്മുടെ നാട്ടിലുള്ള അവസ്ഥകളാണ്. എന്നിട്ടോ ഓരോന്ന് കൽപ്പിക്കുക, ഉസ്താദുമാരെ കൊണ്ട് ഓരോന്ന് കൽപ്പിക്കാൻ തുടങ്ങും. വീട്ടിൽ പെണ്ണുങ്ങളായിട്ട് നടക്കാതെ ചിലപ്പോൾ പള്ളിക്കൽ ഉസ്താദിനോട് വന്നിട്ടായിരിക്കും ഇതാക്കുക, പള്ളി ഉസ്താദിനോട് വന്നിട്ടായിരിക്കും ചാടി കളിക്കൽ. അങ്ങനെ എന്തല്ല. ഇനി അഥവാ ചിലപ്പോൾ ജോലി എടുക്കാൻ ചെന്നാൽ തന്നെ ഒരു പണ്ഡിതനായ 10-12 വർഷം പഠിച്ചൊരു ആലിമായി ഇറങ്ങിയ, കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ പള്ളിയിലോട്ട് ജോലി എടുക്കാൻ ചെന്നാൽ തന്നെ പറയാറെന്താണെന്നറിയോ, ഉസ്താദേ പള്ളിയുണ്ട്, പിന്നെ ബാങ്ക്, ഇത് ഫാന് ഇതൊക്കെ ഓഫാക്കണം, പിന്നെ ഒരു 5-6 മൂത്രപ്പുര ഉണ്ട്, അതാണ്ട് കഴിക്കാണ്ടിട്ടോ വെള്ളിയാഴ്ച 5-6 മൂത്രപ്പുര അതൊന്ന് കഴിക്കാണ്ടി, പിന്നെ ഒന്നുമില്ല ഈ മുറ്റ അത് മുതൽ ഇതുവരെ അതൊന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ചൂലിട്ടേക്കേണ്ടി കഴിഞ്ഞ ഇല്ല. പിന്നെ പള്ളിൻ്റെ മുമ്പിൽ ഒരു 4 തെങ്ങുണ്ട്, അതും കൂടി ഒന്ന് നനച്ചുകൊടുത്തേക്കേണ്ടി, അതും കൂടി ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഉസ്താദ് ചോദിച്ച്, അല്ല പള്ളിക്കാട്ടിൽ ഇനി കബറും കൂടി കുത്തണം, പള്ളിക്കാട്ടിൽ കബറും കൂടി കുത്തണം, അതും കൂടി ഉണ്ടെങ്കിൽ ഇനി അവസാന ശമ്പളം നമ്മൾ മാന്യമായ ശമ്പളം കൊടുക്കലുണ്ട്. അതെന്താ, അത് 6,000 റുപ്യ മാന്യമായ ശമ്പളം. ഇതൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ മാന്യമായ ശമ്പളം 6,000 റുപ്യ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വരേണ്ട മാറ്റങ്ങളാണ്. നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെ താക്കോൽ സ്ഥാനത്തുള്ള അധികാരങ്ങൾ ഞാനും നിങ്ങളൊക്കെ വരും. വെറുതെ പറയല്ല. എൻ്റെ ഉസ്താദ് ഞാൻ ഓതി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉസ്താദ് പറയലുണ്ട്, ഷാഫിയെ നല്ലോണം പഠിച്ചോണ്ടിട്ടോ, നീയൊക്കെ നാളെ സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ളതാണ്. അന്ന് നമ്മളിങ്ങനെ ചിരിക്കും കിതാബ് ഓതുന്നിടയിൽ. ഞമ്മക്കേ പ്രതീക്ഷയില്ല, ഞാനും എൻ്റെ സഹപാഠികൾക്ക് ആർക്കും പ്രതീക്ഷയില്ല. നമ്മളെ ഓതി പഠിച്ചിട്ടൊരു മെഹ്റാബിൽ കയറിക്കുന്നുള്ള ഓതി പഠിക്കുന്ന അങ്ങനെ പോകുന്ന സ്വപ്നങ്ങളല്ല. പഠിക്കുന്ന കാലത്ത് ഓരോരോ സ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകല്ലേ. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ ചിരിക്കും. ഒരു ദിവസം അതേപോലെ ഇങ്ങനെ നമ്മൾ ചിരിച്ചപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ല നീ എന്താ ചിരിക്കുന്നത്, അങ്ങനെ ആകൂല നിനക്ക് തോന്നുന്നുണ്ടോ, ഞങ്ങളെ ബാച്ചിനോട് ചോദിച്ചാൽ അങ്ങനെ ആകൂല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കറിയോ, ഒരു ദിവസം ത്വഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ആയിഷ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിന് പോകട്ടോ. സ്വന്തം ഭാര്യനോട് പറയാം, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇന്നാലിന്ന സ്ഥലത്തെത്തുമ്പോൾ പട്ടികൾ കുരക്കും. അപ്പോൾ ആയിഷാബി ഇങ്ങനെ ചിരിച്ചു. ഇത് കേട്ടപ്പം ആയിഷാബി ചിരിച്ചിട്ട് ആയിഷാബിൻ്റെ മനസ്സിൽ ആ സമയത്തുള്ളത്, വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഞങ്ങൾ യുദ്ധത്തിന് പോകും, ഇന്നാലിന സ്ഥലത്തെത്തുമ്പോൾ പട്ടികൾ വരക്കും. എന്താ നബിയെ ഈ പറയുന്നത്? ഈ ഒരു ചിന്തയായിരുന്നു ആയിഷാബിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. പിന്നീട് ചരിത്രം വിളിച്ചു പറയുന്നുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ത്വഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കഴിഞ്ഞു, ഖത്താബിൻ്റെ മകൻ ഉമർ തങ്ങൾ കഴിഞ്ഞു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, മഹാനായ അലി റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് അലി തങ്ങൾ ഭരിക്കുന്ന സമയത്താണ് മുആവിയ തങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ജമൽ യുദ്ധം നടക്കുന്നത്, സിഫീൻ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ മഹദിയായ ആയിഷ ബീവി യുദ്ധത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില ആളുകൾ വന്നിട്ട്, ഉമ്മ നിങ്ങളിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ ശരിയാകൂല, നിങ്ങളിപ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം പോരടിച്ചു കൊണ്ട് ഒന്നുമല്ലാതെ നാമവിശേഷമാകും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വേണം ഒരു സമാധാനത്തിന് എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവിയെ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം മഹദി ഒട്ടകക്കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നായകൾ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പം ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഇത് ഇന്നാലിന്ന സ്ഥലമാണോ? അപ്പോൾ കൊണ്ടുപോയ ആൾക്കാർ പറഞ്ഞ് അത് എത്തിയിട്ടില്ല, ആ സ്ഥലമല്ല.
ആ സ്ഥലമെല്ലാം. അപ്പോൾ ആയിഷാ ബീവിയോട് നബി തങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചിരിക്കുന്നുണ്ട്. ഈ ചരിത്രം അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്. ഈ ഒരു സംഭവം അന്ന് നമ്മൾ ചിരിച്ചപ്പോൾ അതേപോലെ തന്നെ ചരിത്രം സാക്ഷി ഇന്ന് ഏതൊക്കെയോ പള്ളിയുടെ മിഹ്റാബുകൾ നിങ്ങൾക്കെല്ലാം ഇമാമായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇതേപോലെ ഇന്നല്ലെങ്കിൽ നാളെ നാക്കോൽ സ്ഥാനത്തെത്തും. ആ എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച ആളുകളെ വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണനയോട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് കാണാൻ കഴിയണം. പലപ്പോഴും എന്തോ ചില നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടിൻ്റെ തല പിരിക്കും പോലെയാണ് ഉസ്താദുമാരെ പിരിച്ചിടുക. എന്തോ ചെറിയ നിസ്സാര കാരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും അധാർമികമായ കാര്യങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ, ഒരിക്കലും നിർത്താൻ പറ്റാത്ത ചില കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിരിച്ചുവിടണം. അല്ലാതെ എന്തോ ചില കാരണങ്ങൾ, ഒന്ന് കുട്ടിയെ ഒന്ന് തല്ലിയപ്പോത്തിന് ആരടാ എൻ്റെ കുട്ടിയെ തല്ലാൻ, ഞാൻ തല്ലാത്ത എൻ്റെ മോനെ ഉസ്താദാ തല്ലിയത് എന്ന് പറഞ്ഞിട്ട് പിരിച്ചുവിടുന്നു. ഇങ്ങനത്തെ 100 കൂട്ടം വിഷയങ്ങൾ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ നാളെ ഓരോരോ സ്ഥാനങ്ങളിലെത്തുമ്പോൾ നമ്മൾ കാരണമായിട്ട് ഒരു ദീൻ പഠിച്ച പണ്ഡിതൻ്റെയും കണ്ണുനീർ ഒരു കാരണവശാലും ഭൂമിയിലേക്ക് ഇറ്റാൻ പാടില്ല. ഇറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പാപം, അതിൻ്റെ ആ ഒരു പ്രശ്നം, അതിൻ്റെ ആ ഒരു ശാപം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. നമ്മുടെ മക്കളിലും ഉണ്ടാകും. ഒരിക്കലും ആ ശാപത്തിന് മായ്ച്ചു കളക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ ഈ ദീൻ പഠിച്ച പണ്ഡിതന്മാരായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകളുടെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും പറയാനും തിരിക്കാനും മറിക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ അകാരണമായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനെ നോവിച്ചു കഴിഞ്ഞാൽ, ആ ആളുടെ കണ്ണുനീരെങ്ങാനും വിറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാ കാര്യത്തിലും അതിൻ്റെ പരാജയം കണ്ടിരിക്കും.